പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും കെട്ടിയിട്ടില്ല എന്നാണ് എം എം മണി പറഞ്ഞത്. ആര് പറഞ്ഞ? മണി നമ്മുടെ ഇടുക്കിയിലെ ഷൂ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേർക്ക് എന്തിന്റെ സുഖേടാ? ഈ ആലപ്പുഴയിലെ ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ, എന്ത് കാര്യത്തിലാണ്? ഇവരെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നു? ഇവരെ ആര് ചുമതലപ്പെടുത്തി? ഇതിന് മറുപടി പറ. മണി ഒരു സീനിയറായ നേതാവ്, അവിടെ ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭ ഇരിക്കുന്നു അല്ലേ? മണി എന്തിനാ അതിനകത്ത് അവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത്? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇത്തരം അഭിപ്രായങ്ങളെ പറ്റി മണി എല്ലാരെ പറ്റി പറയുമല്ലോ. അങ്ങനെ മണി പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ജനത്തിന് സ്വാധീനം, അപ്പൊ അത് വിട്ടാതിരിക്കുക. ലീഡർഷിപ്പിലുള്ളതിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള സാറാണ്. അങ്ങനെ ഒരു ആളിനോട് പലതവണ ആളുകൾ സംസാരിച്ചു, അടക്കമുള്ള ആളുകൾ. അതൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ചോദ്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. ബേബിയായിട്ട് സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അവരെല്ലാം വന്നു എല്ലാം ഞാൻ പറഞ്ഞില്ലേ? അവര് പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ലോ. ഞാൻ പറഞ്ഞത് തന്നെ ഉറച്ചിരിക്കല്ലോ. നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചോണ്ട് ആലപ്പുഴയിൽ പാർട്ടിക്ക് മെറിറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാത്തെന്നുള്ള നിലപാടുണ്ടോ? ഞാൻ പുതുക്കാത്തതിന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CPM സീറ്റ് നൽകാത്തത് കൊണ്ടാണ് അങ്ങ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് CPM പറയുന്ന അധികാര പൊതിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞല്ലേ. ബാക്കി എല്ലാവരും കാശിപ്പാൻ വേണ്ടി ഞാൻ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നിന്നെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതിന് മറുപടി. നിൽക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം എന്ന് തീരുമാനം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞെന്ന്. പാർട്ടി വിട്ടുവന്നു. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞെന്ന്. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ചതിക്കുകയല്ല, മാറിക്കൊടുത്തു. പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. ഞാൻ കാരണം അവർക്കൊരു തലവേദനയില്ല. എനിക്ക് BJP പിന്തുണയൊന്നും നൽകിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, കേട്ടല്ലോ. ഞാൻ അതിനെല്ലാം ടോട്ടലായിട്ട് പറഞ്ഞു. അന്നേരം മറുപടി പറയാം. അവരോട് അതിന്റെ മറുപടി പറയാം. പാർട്ടിയെ മാറ്റാതെ ഞാൻ ആളല്ല. പാർട്ടിയെ മാറ്റുള്ള കാര്യം എന്താ? പാർട്ടിയിൽ നിന്ന് പോയ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ CPMൽ നിന്ന് പോയ അതിന് ശേഷം മാറിയ നേതാക്കൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്താണ് നല്ല അനുഭവങ്ങളല്ല മുമ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് ഉണ്ടാകാൻ പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? അല്ല, എനിക്കെന്തെങ്കിലും സംഭവിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? അത് ഞാനതല്ല. സദാമിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ. ആഗ്രഹം ഒരു 5-6 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി. എനിക്കറിയില്ല, അത് അവരോട് ചോദിക്കേണ്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നോട് അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. മധ്യകാലത്തിൽ CPI നേതാക്കന്മാർ ഒതുക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ? തോമസ് ഐസക് മത്സരരംഗത്തില്ല, G സുധാകരൻ മത്സരരംഗത്തില്ല. ഇതൊക്കെ ഷുവർ സീറ്റുകളാണെങ്കിൽ പോലും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇപ്പോൾ G സുധാകരൻ ബ്രാഞ്ചിലേക്ക് പോലും തോമസ് ഐസക് സജീവമായുണ്ട്. അവരൊന്നും പരിഗണിക്കപ്പെട്ടില്ല. അത്തരത്തിൽ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച പാർട്ടി മാറുന്നു, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ മാറുന്നു എന്നുള്ള ആക്ഷേപമുണ്ടോ? അല്ല, പത്രത്തിൽ ചോദിച്ചാലും ഉന്നയിക്കുന്നുണ്ട് ഈ അഭിപ്രായം. ഇതൊക്കെ അഭിപ്രായങ്ങളായി വരുന്നത്. പക്ഷേ ഐസക് കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്റ്റേറ്റ് സെക്രട്ടറി, അയാൾക്ക് അവിടെ പറയാമല്ലോ. എന്താ പറയാ? മുഖ്യമന്ത്രി അങ്ങേ നേരിട്ട് ഐസക്കിന് അവിടെ പറഞ്ഞൂടെ അഭിപ്രായം ഉണ്ടെങ്കിൽ? അപ്പൊ ഇവിടെ വെച്ച് നമ്മളങ്ങനെ മറുപടി പറയുന്നത്. സാറ് വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. സാറും സാറാണ് തമ്മിലൊരു മത്സരമായിട്ട് അത് മാറുന്നില്ല സ്വാഭാവികമായിട്ടും. ആ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ആര് കാണുന്നത്? സാറ് മത്സരിക്കാൻ പോകുമ്പോൾ സാറ് സാറാണ് എതിരാളിയായിട്ട് അപ്പുറത്ത് നിൽക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്.
അവിടെ പാർട്ടി ചിഹ്നമാണ്. അങ്ങയുടെ ചിഹ്നം എന്താ? അല്ല, ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്. അങ്ങനെക്കെതിരെ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലെ എളമരം കരീമിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അത് ബോധപൂർവം എളമരം കരീം വ്യക്തിപരമായി തന്നെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഒന്നും അതേപ്പറ്റി കൂടുതൽ പറയാനുള്ളത് പറയാം. അമ്പലപ്പുഴയിൽ പാർട്ടി ചിഹ്നമായിരിക്കും. അങ്ങയുടെ ചിഹ്നം എന്തായിരിക്കും? ആലോചനകൾ നടത്തിയിട്ടുള്ള അത് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിയില്ലേ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ലേ ചിഹ്നം വരുള്ളൂ. അവരല്ലേ ചിഹ്നം പറയേണ്ടത്. ആ ചിഹ്നത്തിൽ ആഗ്രഹിക്കുന്ന ചിഹ്നമൊന്നും അവിടെ ഇല്ല. അവർ പറയുന്ന ചിഹ്നത്തിൽ ഉടനെ എടുക്കണം. സാർ പറഞ്ഞത് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാറും പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോഴും പങ്കുവെക്കുന്നത് അതേ പ്രതീക്ഷ തന്നെയാണോ? പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി മുഖ്യമന്ത്രിയാവുന്നത് മൂന്നാം പിണറായി സർക്കാരിന്റെ കാര്യമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്.